കാലിക്കറ്റ് സർവകലാശാലയിൽ VC നിയമനം വൈകുകയാണ്. VC വിരമിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും പുതിയ നിയമനമായിട്ടില്ല. VC തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി നോമിനിയെ നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പ്രതിനിധിയെ ആവശ്യപ്പെട്ട് ഗവർണർ 4 തവണ നോട്ടീസ് നൽകിയെങ്കിലും സെനറ്റ് സഹകരിച്ചില്ല. നോമിനിയെ തിരഞ്ഞെടുക്കാൻ സെപ്റ്റംബർ 11 വീണ്ടും സെനറ്റ് യോഗം ചേരും. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, എന്താണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്? സ്മൃതി, ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ നമുക്കറിയാം, സെർച്ച് കമ്മിറ്റിയിൽ UGCയുടെ ഒരു പ്രതിനിധി, ഗവർണറുടെ ഒരു പ്രതിനിധി, യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രതിനിധി, ഈ 3 പേർ ചേർന്നാണ് VCയെ നിയമിക്കുക. സ്വാഭാവികമായിട്ടും UGCയുടെ പ്രതിനിധിയും ഗവർണറുടെ പ്രതിനിധിയും BJP നോമിനികളായിരിക്കും, സംഘപരിവാർ നോമിനികളായിരിക്കും. അങ്ങനെ വരുമ്പോൾ സെർച്ച് കമ്മിറ്റി സെലക്ട് ചെയ്യുന്ന VC സ്വാഭാവികമായിട്ടും സംഘപരിവാർ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സെർച്ച് കമ്മിറ്റിയിലൂടെ ഒരു VCയെ നിയമിക്കുന്നതിന് സർക്കാരും CPM അനുകൂല സംഘടനകളുമൊക്കെ എതിരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണം വൈകിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ സർക്കാരിനും CPMനും ഒക്കെ ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അത് പരമാവധി ചെയ്യുന്നു എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്നും UDFന്റെ ഭാഗത്തുനിന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സെനറ്റ് യോഗം വിളിച്ച് ആ സെനറ്റ് യോഗമാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയെ കൊടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം സെനറ്റ് യോഗം വിളിച്ചു ചേർക്കുകയും ധർമ്മരാജ് അഡാട്ടിനെ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയായി സെർച്ച് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷെ വളരെ നാടകീയമായി ഈ ധർമ്മരാജ് അഡാട്ട് രാജിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സെനറ്റിന്റെ തീരുമാനം ഞാൻ അറിയാണ്ടെയാണ് എന്നെ റെപ്രസെന്റായി നിയമിച്ചത് എന്ന് പറഞ്ഞ് ധർമ്മരാജ് അഡാട്ട് അതിന് രാജിവെച്ചു. കഴിഞ്ഞ 2 തവണയും സെനറ്റ് യോഗം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ ചേരുകയും ചെയ്തു. ചേർന്ന് എടുത്ത തീരുമാനം, ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന പ്രതിനിധി രാജിവെക്കുകയും ചെയ്തു. അങ്ങനെ സെനറ്റ് വൈകിപ്പിക്കുന്നു, സെനറ്റ് തീരുമാനിച്ച ആൾ രാജിവെക്കുന്നു. അങ്ങനെ നാടകീയമായ ചില കാര്യങ്ങളിലൂടെ ഈ സെർച്ച് കമ്മിറ്റി അംഗത്തെ വൈകിപ്പിച്ചുകൊണ്ട് ബോധപൂർവം ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തെ വൈകിപ്പിക്കുന്നുള്ളതാണ്. സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു പ്രതിനിധിയെ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ 4 തവണയാണ് നോട്ടീസ് കൊടുത്തത്. ആദ്യത്തെ നോട്ടീസ് കൊടുത്തു, പിന്നീട് റിമൈൻഡ് ചെയ്തുകൊണ്ട് വീണ്ടും മെയിൽ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ടും സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു പ്രതിനിധിയെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ വീണ്ടും VC ഇടപെട്ടുകൊണ്ട് സെപ്റ്റംബർ 11 വീണ്ടും ഇതിനു വേണ്ടി ഒരു സെനറ്റ് കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സെനറ്റിലും കാര്യങ്ങൾ തീരുമാനമാകുമെന്നൊരു പ്രതീക്ഷ VCക്കോ ഇവിടത്തെ മറ്റ് വിഭാഗത്തിനോ ഇല്ല എന്നുള്ളതാണ്. ശരി, VS രഞ്ജിത്താണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.